നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശക്തനും ജ്ഞാനിയും ശാന്ത സ്വഭാവമുള്ളവനുമാക്കി തീർക്കുന്ന 9 നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 9 നിയമങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ, അതിനെ പരിപാലിക്കുന്നതിലൂടെ ഇത് ജീവിതത്തിൽ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെ നിലനിൽക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ടോക്ക് സ്ലോ. നിങ്ങളുടെ വാക്കുകൾ തേൻതുള്ളികൾ പോലെയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അവ വേഗത്തിൽ ഒഴുക്കുകയാണെങ്കിൽ അവ എല്ലായിടത്തും ഒഴുകും. എന്നാൽ നിങ്ങൾ അവയെ പതുക്കെ ഒഴുകാൻ അനുവദിക്കുകയാണെങ്കിൽ ആളുകൾ നന്നായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. സാവധാനം സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും സമയം നൽകുന്നു. ഒബ്സേർവ് മോർ. മിടുക്കരായ ആളുകൾ വെറുതെ സംസാരിക്കില്ല. അവർ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ആളുകളെയും സാഹചര്യങ്ങളെയും ജീവിതത്തെയും നന്നായി മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആയിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക. സ്പീക്ക് ലെസ്. പണം പോലെയുള്ള വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുക. അവ വിവേകത്തോടെ ചിലവഴിക്കുക. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയധികം ആളുകൾ നിങ്ങളുടെ വാക്കുകളെ ബഹുമാനിക്കുന്നു. അമിതമായി സംസാരിക്കുന്നത് തെറ്റുകൾ, ഗോസിപ്പുകൾ, പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. കൂടുതൽ കേൾക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. ട്രസ്റ്റ് നോൺ. നിങ്ങൾ തണുത്തതോ പരുഷമായോ ആയിരിക്കണമെന്നല്ല ഇതിനർത്ഥം. എന്നാൽ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക. ആളുകൾക്ക് മാറാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ സുഹൃത്തായിരിക്കുന്നവർ നാളെ നിങ്ങളുടെ ശത്രുവായും മാറിയേക്കാം. എല്ലാവർക്കും നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടാകില്ല. ആദ്യം സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായി പങ്കിടുന്നു എന്നതിനെക്കുറിച്ച് മിടുക്കനായിരിക്കുക. 5-ാമത്തേതാണ് ആൾവേസ് പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ശരീരം ഒരു വാഹനം പോലെയാണ്. മാറ്റിയെടുക്കാനോ ഒഴിവാക്കാനോ സാധിക്കാത്ത ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു വാഹനം. നിങ്ങൾ അത് ശ്രദ്ധയോടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് തകരും. ആരോഗ്യമാണ് സമ്പത്ത്. നന്നായി ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. വ്യായാമം ചെയ്യുക. എത്ര പണം നൽകിയാലും ആരോഗ്യത്തിന് പകരം വയ്ക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. നെവർ സ്റ്റോപ്പ് സെൽഫ് എഡ്യൂക്കേഷൻ. സ്കൂൾ പഠനം ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ പഠനം എല്ലാ ദിവസവും നടക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുക. പുതിയ കഴിവുകൾ പര്യവേഷണം ചെയ്യുക. ജിജ്ഞാസയോടെ തുടരുക. നിങ്ങൾ കൂടുതൽ പഠിക്കുന്തോറും നിങ്ങൾ ശക്തനും മിടുക്കനുമായി തീരും. കൺട്രോൾ യുവർ ഈഗോ, ആർജസ് ആൻഡ് ആങ്കർ. നിങ്ങളുടെ ഈഗോ, പ്രേരണ, കോപം എന്നിവ നിയന്ത്രിക്കുക. നിങ്ങളുടെ അഹംഭാവം ഒരു കാട്ടുകുതിരയെ പോലെയാണ്. അതിനെ നിങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകാനോ തള്ളിക്കളയാനോ കഴിയും. പ്രേരണകളും ദേഷ്യവും ബന്ധങ്ങളെയും അവസരങ്ങളെയും നശിപ്പിക്കും. അവയെ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരമുണ്ടാകുന്നത് അത്തരത്തിലാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വികാരങ്ങളോ മറ്റുള്ളവരോ നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ചേക്കാം. സ്മൈൽ മോർ ആൻഡ് ക്വിറ്റ് വെറിയിങ്. ജീവിതം വളരെ ചെറുതാണ്. എപ്പോഴും സമ്മർദ്ദത്തിലായിരിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരു പുഞ്ചിരിക്ക് നിങ്ങളുടെ ദിവസവും മറ്റൊരാളുടെ ദിവസവും മികച്ചതാക്കാൻ കഴിയും. വിഷമിച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. നടപടി സ്വീകരിക്കുക. ശാന്തത പാലിക്കുക. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്ന് വിശ്വസിക്കുക. 9-ാമത്തെ റൂളാണ് ഫാമിലി ഓവർ എവരിതിങ്. സുഹൃത്തുക്കൾ വരുന്നു പോകുന്നു, പക്ഷെ കുടുംബം ശാശ്വതമാണ്. ജീവിതം വളരെ തിരക്കിലായിരിക്കുമ്പോഴും കുടുംബത്തെ മറക്കരുത്. അവരാണ് നിങ്ങളുടെ വേരുകൾ, നിങ്ങളുടെ പിന്തുണ, നിങ്ങളെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ. സോ ഈ 9 നിയമങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് ഏതാണ്?